എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അഡ്വൈസ് മെമോൻ്റെ ഒരു കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അഡ്വൈസ് മെമോ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ആ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴാണ്, അതുപോലെ തന്നെ ഈ ലെറ്ററിൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് അഡ്വൈസ് മെമോ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ അഡ്വൈസ് കിട്ടുന്നത് ആ പോസ്റ്റിലേക്ക് എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഇതുപോലെ അഡ്വൈസ് പോകുന്നത്. അപ്പോൾ ഈ അഡ്വൈസ് മെമോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ആ പോസ്റ്റിലേക്ക് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനുള്ള ഒരു ലെറ്ററാണ്. പക്ഷെ അത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അല്ല. അപ്പോൾ ഈ അഡ്വൈസ് മെമോ ലഭിച്ചതിന് ശേഷം 3 മാസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് വേറെ അപ്പോയിൻമെൻറ്റ് അതിനുള്ള മറ്റ് പ്രൊസീജിയറുകൾ വരും, അത് അറിയിക്കാൻ, അതായത് നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം അത് അറിയിക്കാനുള്ള ഒരു ലെറ്ററാണ് ഈ അഡ്വൈസ് മെമോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു 3 മാസം സമയമുണ്ട്. ഈ അഡ്വൈസ് മെമോ വന്നതിന് ശേഷം 3 മാസം സമയമാണ് നമുക്ക് ആ ഒരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുന്നത്. അതിനുള്ള ഒരു അറിയിപ്പാണ് ഈ അഡ്വൈസ് മെമോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ അല്ലെങ്കിൽ അഡ്വൈസ് മെമോ ലഭിക്കില്ല. അത് ആ പോസ്റ്റിന് എത്ര ഒഴിവുണ്ട്, പിന്നെ അതുപോലെ തന്നെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് നമുക്ക് ആ ഒരു അഡ്വൈസ് മെമോ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഇത് പ്രകാരം നമുക്ക് പ്രൊഫൈലിലേക്കും കൂടി ഈ അഡ്വൈസ് മെമോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ് വഴി സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അഡ്വൈസ് മെമോ വരുന്നത്, രജിസ്റ്റേർഡ് ആയിട്ടല്ല വരുന്നത്. സ്പീഡ് പോസ്റ്റ് ആയിട്ടും അങ്ങനെയുള്ള സാധാ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇതുപോലുള്ള ഒരു അഡ്വൈസ് മെമോ ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.